പൊന്നാരൻ്റെ പ്രവാസി മക്കളെ കുട്ടികളെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ നമ്മളെ അവസ്ഥ. ഒന്നും കഴിക്കാതെ മധുരവുമില്ല, ഇറച്ചിയുമില്ല, മീനുമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു തൈരും മോരും കൂട്ടി ചോറും ഭക്ഷണവും കഴിച്ച് നമ്മൾ ഈ കോലത്തിലായി. ഇനി എല്ലാം 10-30-35 കൊല്ലം അവിടെ നിന്ന് നാട്ടിൽ ചെന്നെത്താൻ ഉണ്ടാകുക. എന്താ പറയുക നമ്മളോട്? ഇത്രയും കാലങ്ങൾ നടന്നിട്ട് എന്താ ഉണ്ടാക്കിയെന്നൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഭയങ്കര പ്രതീക്ഷയിലേക്കും പോകുന്നത്. അവിടെ ചെന്നിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങോട്ട് പോകണം, എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങണം. എന്ത് ബിസിനസ് തുടങ്ങണം? ആര് തുടങ്ങണം? ആര് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്? ആരുമില്ല. നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, കയ്യില്ലെങ്കിൽ ഒരാളും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല, ഉണ്ടാവില്ല. ആരെ കാരണം കാലം അവരപ്പോൾ കിട്ടുന്ന ഒരു ആഴ്ചക്ക് 2-3 ദിവസം പണിക്ക് പോവുക, അതിൽ 3000-4000 റുപ്യ കിട്ടും, അത് തീർക്കുക. അതിനെ തീർത്തിട്ട് പിന്നെ പണിക്ക് പോകും. പിന്നെ വിളിച്ച് കൈയും കാലും പിടിച്ചിട്ട് വേണം പണിക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ വരണമെങ്കിൽ. ഈ അവസ്ഥയാണ് ഇവിടെ പ്രവാസികൾ. നമ്മച്ചൻ്റെ പണിക്ക് പോണ കാര്യത്തിൽ വിൽക്കും മടിയില്ല. ഒരു 2 കൊല്ലെങ്കിലും പ്രവാസി ആവണം. അവനാണ് യഥാർത്ഥ പ്രവാസി. അവൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജോലിക്ക് പോവും, അവന് മടി ഉണ്ടാവില്ല. അപ്പോൾ അതാണ് പ്രവാസിൻ്റെ പ്രധാന എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓന് മടിയില്ല. എങ്ങനെ മടിക്കണോനെ? അവൻ്റെ കുടുംബത്തോടുള്ള സ്നേഹത്തിലാണ്. ഒരു 2 കൊല്ലെങ്കിലും എല്ലാവരും കുട്ടികളെ ഗൾഫ് പറഞ്ഞേക്കണം, എന്നാലും ശരിയാവുള്ളൂ മക്കളെ. അല്ലാണ്ട് നമ്മൾ വിചാരിച്ച മാതിരൊന്നും അല്ല ഇപ്പോഴത്തെ കാലം. നാട്ടിൽ നിർത്തരുത് കുട്ടികളെ. എന്നാലോ ഇവിടെ വന്നു കഴിഞ്ഞാലോ പണ്ടത്തെ മാതിരിയാണോ? റൂം, വൈഫൈ, പിന്നെ AC, PC. പണ്ടൊക്കെ നമ്മളൊക്കെ വന്ന് 90-93 വന്ന സമയത്ത് AC എവിടെ, റൂം എവിടെ? ആരെങ്കിലൊക്കെ റൂമിലൊക്കെ നമ്മൾ 2-3 പേരൊക്കെ ഉണ്ടാവും റൂമിൽ. എണീച്ച് പോകണം നമുക്കൊന്ന് കിടക്കണമെങ്കിൽ. അന്നൊക്കെ നാട്ടിൽ നിന്ന് പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, ഗൾഫിലെത്താനാ പണി, എത്തിയ പണിയില്ല. അന്നതിന് യഥാർത്ഥം. അന്ന് പണിയില്ലായിരുന്നു ആർക്കും. ഗൾഫിലെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും അവിടെ സഹിക്കേണ്ടിയിരുന്നു. പൈസ ഉണ്ടാക്കുന്ന കാര്യം തന്നെ വലിയൊരു ടാസ്ക്കായിരുന്നു. ഇവിടെ വന്നാലോ പണിയില്ല. റൂമിൽ 4-5 പേരുണ്ടാവും, പഴയ ആൾക്കാർ, പണിയില്ലാണ്ട ആൾക്കാർ, പണി പഠിച്ച ആൾക്കാർ, അറിവുള്ള ആൾക്കാർ. ഇപ്പോഴത്തെ മാതിരിയല്ല. അന്ന് ആരും നോക്കാനില്ല, സഹായിക്കാനുമില്ല, 10 പൈസ തരാനില്ല. അന്ന് കത്തായിരുന്നില്ല, ഫോണൊന്നുമില്ല. ഇവിടെ വന്ന വീരാറിയണമെങ്കിൽ ചുരുങ്ങിയത് ഒരാഴ്ച കഴിയും. 15 ദിവസമൊക്കെയാണ് കണക്ക്. ആ റിട്ടേൺ വരുമ്പോഴത്തേനും ഒരു മാസമൊക്കെ ആവും. നമുക്ക് കത്ത് തിരിച്ചുമ്പോൾ നമ്മളിവിടെ വീരത്തെ അവിടുത്തെ വീരൊക്കെ കിട്ടുമ്പോഴേക്കും ഇവിടുത്തെ വീരം അവിടെ കാത്തിക്കാൻ അവർക്ക് പ്രതീക്ഷിക്കേണ്ട. കാരണം അവർക്കറിയാം 15 ദിവസം കഴിയും. ഇന്നത്തെ മാതിരിയല്ല. ഇന്നിപ്പോൾ നമ്മൾ പിന്നെ റിയാദിലേക്ക് എത്തിയാൽ റിയാദിൽ നിന്നൊരു വിളി, അവിടെ എത്തിയിട്ടോ, റൂമിലെത്തി, എയർപോർട്ടിൽ ഇറങ്ങിയിട്ടോ, ഈ റൂമിലത്തെ ഒരു വിളി. ഈ ഒരു അവസ്ഥയാണ്. പണ്ടൊരാൾ ഒരു മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും നാട്ടിൽ നിന്ന് കത്തുമായിട്ട് വരണം, അത് അറിയണമെങ്കിൽ. അത്രയും വലിയൊരു ഇതായിരുന്നല്ലോ. ഇന്നൊരു മരിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ മതി, അപ്പോഴേക്കിന് വാട്സപ്പിലും ഗ്രൂപ്പിലും, കുടുംബ ഗ്രൂപ്പും, ഫാമിലി ഗ്രൂപ്പും, പഞ്ചായത്ത് ഗ്രൂപ്പ്, LIG ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പിലും വരും. അന്നൊന്നും അതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട പ്രവാസികൾ അന്നത്തെ കാലത്തെ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് പ്രവാസികളൊന്നുമില്ല. എൻജോയ് പ്രവാസികൾ അന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ പഴയ ആൾക്കാർ അങ്ങനെ പറയാതെ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായില്ല എല്ലാവർക്കും. അങ്ങനെ ബുദ്ധിമുട്ടാവരുത്. ബുദ്ധിമുട്ടല്ല, യഥാർത്ഥമാണത്.